CA ഇൻ്റർമീഡിയറ്റിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ ക്ലാസ്സാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. ഇതിപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ള പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ, ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും പറഞ്ഞു പോകുന്നൊരു ക്ലാസ്സാണ്. ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ്, പ്രിലിമിനറി ആണ്. പൊതുവേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിലും പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഈ ചാപ്റ്റർ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അതെങ്ങനെയാണ് നോക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ചാപ്റ്ററിൻ്റെ പേര് നേരത്തെ പറഞ്ഞു, പ്രിലിമിനറി എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 2013ൻ്റെ ഷോർട്ട് ടൈറ്റിൽ എന്താണ്? ഷോർട്ട് ടൈറ്റിൽ എല്ലാവർക്കും അറിയാം, കമ്പനീസ് ആക്ട് 2013 എന്നാണ് എന്നെ വിളിക്കുന്നത്. എക്സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ എവിടേക്കാണ് ആപ്ലിക്കബിൾ? ഇന്ത്യയിൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. രണ്ട്, അതിൻ്റെ കമൻസ്മെൻ്റ് ആണ്. കമൻസ്മെൻറ്റ് ഈ ആക്ട് പല ഘട്ടങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയുന്നത് ബുദ്ധിയല്ല. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ സെക്ഷൻസ്, ഓരോരോ ബഞ്ച് ഓഫ് സെക്ഷൻസ് ആണ് നോട്ടിഫൈ ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനീസ് ആക്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 60 മാർക്കിലെ കമ്പനി ലോ എന്ന് പറയുന്നതിൻ്റെ പാരൻ്റ് ലോ ആയ കമ്പനീസ് ആക്ട് 2013 ഈസ് ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. ആൻഡ് അതിൻ്റെ പേര് കമ്പനീസ് ആക്ട് 2013 എന്നാണ്. ഇതിനു മുമ്പ് 1956 ആക്ട് ആയിരുന്നു. അത് മാറ്റിയിട്ടാണ്, അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ടാണ് പുതിയ ആക്ട് വന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞത്. ഒന്ന്, ഇപ്പോൾ ഇരിക്കുന്ന കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികൾക്കും ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. ഇതിന് പുറമെ പ്രീവിയസ് കമ്പനി ലോ, അതായത് കമ്പനീസ് ആക്ട് 2013 മുമ്പുണ്ടായിരുന്നു, 1956 അതിന് മുമ്പുണ്ടായിരുന്നാവും. അപ്പോൾ ദ ആപ്ലിക്കബിലിറ്റീസ് കാറ്റഗറീസ് ഇൻ ടു. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ് പ്രസൻ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. ഒന്ന്. രണ്ട്, കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും നിയമപ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിലും അവർക്കും ഈ നിയമം ബാധകമാണ്. സോ അങ്ങനെയുള്ളൂ. അല്ലെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1958 രജിസ്റ്റർ ചെയ്ത കമ്പനി അല്ലെങ്കിൽ 1975 രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് ഏതാണ് ഇപ്പോൾ ആപ്ലിക്കബിൾ? അവർക്ക് ഇപ്പോൾ ആപ്ലിക്കബിൾ കമ്പനീസ് ആക്ട് 2013 ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി. എല്ലാ കമ്പനികൾക്കും, ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്ത കമ്പനിക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഈ ആക്ടിന് മുമ്പുണ്ടായിരുന്ന ആക്ടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ സംസാരിക്കേണ്ടത് സ്പെഷ്യൽ കമ്പനീസ് ഉണ്ട് കുറച്ച്. ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി, ഇങ്ങനത്തെ കമ്പനികൾ. ആ കമ്പനിക്ക് ഇത് ആപ്ലിക്കബിൾ ആണോ അല്ലേ, നമ്മുടെ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ബാങ്കിങ്ങിന് ബാങ്കിങ് കമ്പനീസ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസിന് ഇൻഷുറൻസ് ആക്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി കമ്പനിക്ക് ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്. അവരവരെ നിയമങ്ങളും അവർ പാലിക്കണം. അതായത് ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് ബോത്ത്. ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് ദ കമ്പനീസ് ആക്ട് 2013 ആൻഡ് ഓൾസോ ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് ദ സ്പെഷ്യൽ ലെജിസ്ലേഷൻസ് ഫോർ ദെയർ ഓൺ പർപ്പസ്. ഇലക്ട്രിസിറ്റി ആക്ട്, ഇൻഷുറൻസ് ആക്ട്, ബാങ്കിങ് ആക്ട്. അപ്പോൾ അവർക്കും ആ നിയമവും അവർ കംപ്ലൈ ചെയ്തിരിക്കണം. പൊതുവായിട്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായിപ്പോയാൽ, ഫോർ എക്സാമ്പിൾ ബാങ്കിങ് കമ്പനിക്ക് കമ്പനീസ് ആക്ടിലെ പ്രൊവിഷനും അവരുടെ ബാങ്കിങ് കമ്പനീസ് ആക്ടുമായിട്ട് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സ്പെഷ്യൽ ലോ ഒബ്വിയസ്ലി പ്രിവെയിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സ്പെഷ്യൽ കാറ്റഗറി കമ്പനിയെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് ചെയ്യണം? കമ്പനി ലോയും നമ്മളെ കമ്പനീസ് ആക്ട് 2013 അവർ കംപ്ലൈ ചെയ്യണം. എന്നാൽ അവരെ നിയമത്തിനെ ബാധിക്കാത്ത രീതിയിൽ വേണം അത് കംപ്ലൈ ചെയ്ത് കൊണ്ടുപോകാൻ. ഇതിന് പുറമെ കുട്ടികളെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഏതൊരു ബോഡി കോർപ്പറേറ്റിനെയും എന്ത് ചെയ്യാം? ഈ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആക്കിപ്പിക്കാം. ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പല കോർപ്പറേഷൻസ് ഉണ്ട് അല്ലേ? ആ കോർപ്പറേഷന് നമ്മളെ കമ്പനി നിയമം, കമ്പനീസ് ആക്ട് 2013 വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കബിൾ ആക്കാം. ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബേസിക്സ് ആണ്. ഈ ആക്ടിൻ്റെ പേര്, ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ്, സ്പെഷ്യൽ കമ്പനികൾക്ക് ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നുള്ള ബേസിക്സ് ആണ് ഈ സ്ലൈഡിൽ സാർ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞു, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രിലിമിനറി ഗ്രാഹ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടന എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഒരുപാട് ഡെഫിനിഷൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡെഫിനിഷൻസ് ഒരിക്കലും ഒരു കുട്ടികളും കാണാതെ മുഴുവനും പഠിക്കരുത്. അത് ചെയ്യുന്നതിന് പകരം അതാത് ചാപ്റ്റർ വരുമ്പോൾ ആപ്ലിക്കബിൾ ആയിട്ട് ഡെഫിനിഷൻസ് പഠിക്കും. അല്ലാതെ മുഴുവൻ ഡെഫിനിഷൻസ് ഇന്നും നാളെ ഇരുന്ന് പഠിച്ച് തീർക്കാൻ അതൊരു നല്ലൊരു പ്രൊഫഷണൽ സ്റ്റുഡൻറ്റിന് പറ്റിയതല്ല. നേരെ മറിച്ച് ഓരോ ചാപ്റ്റർ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷൻസ് പഠിക്കും. ഇൻകോർപ്പറേഷൻ ആകുമ്പോൾ ബേസിക്സ്, ടൈപ്സ് ഓഫ് കമ്പനീസ് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ഡെഫിനിഷൻസ് പഠിക്കുക. ചാർജ് പഠിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട് പഠിക്കുക. അങ്ങനെ ഓരോരോ ചാപ്റ്ററിനും റിലവൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എടുത്തു വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടി, അല്ലേ, സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി പ്രിലിമിനറി ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മൊത്തം 20 ഡെഫിനിഷനെങ്കിലും മിനിമം പഠിക്കണം. കുട്ടികൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 2 സ്ലൈഡുകളിൽ ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്നുള്ളത്. ഈ ഡെഫിനിഷൻസ് ബുക്കിൽ, സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്യുക? ഒന്ന് കുറിച്ച് വയ്ക്കുക. കുറിച്ച് വെച്ചിട്ട് അത് പഠിക്കുക. അതിനെ മനസ്സിലാക്കിപ്പിക്കുന്ന നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ ഈ പറഞ്ഞ പോലെ അതാത് ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടഫായിട്ടുള്ള ഡെഫിനിഷൻസ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡെഫിനിഷൻസ് പഠിക്കേണ്ടത് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്തോട്ടെ. ആദ്യമായിട്ട്
ഞാൻ പറഞ്ഞു. അതായത് ചാപ്റ്റർ വൈസ് പഠിച്ചാൽ മതിയെങ്കിൽ ഓവറോൾ ആയിട്ട് അറിഞ്ഞിരിക്കുക ഡെഫിനിഷൻ എന്തൊക്കെയാണ്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഇത് വരുന്നത് പ്രോസ്പെക്ടസ് ചാപ്റ്ററിലാണ്. അസോസിയേറ്റ് കമ്പനി, ബോഡി കോർപ്പറേറ്റ് അത് ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ വരും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് അക്കൗണ്ട്സ് ചാപ്റ്ററിൽ വരും. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ അത് ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ വരും. അല്ലെങ്കിൽ ബേസിക് ചാപ്റ്റർ അത് ഇൻകോർപ്പറേഷനിൽ വരും. ഡിബഞ്ചർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഗവൺമെൻറ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനീസ് എല്ലാം വരുന്നത് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് കമ്പനി എന്നുള്ള സബ് ചാപ്റ്റർ ഉണ്ട് ഇൻകോർപ്പറേഷനിൽ, അതിൻ്റെ അകത്ത് വരും. ഈ ലിസ്റ്റിന് പുറമെ അടുത്ത ലിസ്റ്റ് ഇതാണ്. മെമ്പർ, 1 person കമ്പനി, പോസ്റ്റൽ ബാലറ്റ്, പ്രൈവറ്റ് കമ്പനി, പ്രൊമോട്ടർ, പ്രോസ്പെക്ടസ്, പബ്ലിക് കമ്പനി, സ്മോൾ കമ്പനി, സബ്സിഡറി കമ്പനി, സ്വറ്റ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഷെയർ ബന്ധപ്പെട്ട ചാപ്റ്റർ. അപ്പോൾ സാർ പറഞ്ഞ് മനസ്സിലായില്ലേ, ഇത് മുഴുവനും ഒന്ന് വായിച്ചിരിക്കുന്നതല്ലാണ്. ഇന്നോ നാളെ വരുന്നു നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചിരിക്കുന്നതല്ല. പക്ഷേ ഇതിനെ തറവായിട്ട് വായിക്കേണ്ടതും പഠിക്കേണ്ടതും എന്താണ്, നല്ല ഇൻട്രിഗേറ്റ് ആയിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എപ്പോഴാണ്, ഇപ്പോൾ പഠിക്കേണ്ടത്. അതെപ്പോൾ പഠിച്ചാൽ മതി, അതാത് ചാപ്റ്റർ വരുമ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പഠിക്കാൻ പറഞ്ഞു. ഷെയർ ചാപ്റ്റർ എടുത്ത് പഠിക്കാൻ, ഷെയർ ക്യാപിറ്റൽ ചാപ്റ്റർ പഠിക്കുമ്പോൾ സ്വറ്റ് ഇക്വിറ്റി ഷെയർസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ സെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. ആപ്ലിക്കബിലിറ്റി നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ ആപ്ലിക്കബിലിറ്റി പറഞ്ഞു, അത് എപ്പോഴും സെക്ഷൻ 1 ആയിരിക്കും. പൊതുവേ ഡെഫിനിഷൻസ് സെക്ഷൻ 2-ലായിരിക്കും ഡീൽ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ക്ലോസസ് ആണ്. അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് സെക്ഷൻ 2+1 ആണ്. അസോസിയേറ്റ് കമ്പനി 2+6, ബോഡി കോർപ്പറേറ്റ് 2+11, സ്പീഡാ പറഞ്ഞ 2+11 എന്നങ്ങ് പറഞ്ഞു പോകാം അല്ലേ. ബുക്സ് ഓഫ് അക്കൗണ്ട് 2+13, എന്താണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി 2+21. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. 2 എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ഫോർ എക്സാമ്പിൾ വീണ്ടും ഹോൾഡിംഗ് കമ്പനി 2+46. എല്ലാ കുട്ടികളും ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് മുതൽ തന്നെ ആവശ്യമുള്ള ഡെഫിനിഷൻസിൻ്റെ ആവശ്യമുള്ള പ്രൊവിഷൻസിൻ്റെ സെക്ഷൻ നമ്പർ പഠിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം എന്നാൽ മാത്രമേ ഫൈനലി പോകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ എന്താണ് കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോ എന്ന വലിയൊരു പേപ്പർ 100 മാർക്കിന് പേപ്പർ ഫൈനലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നേ സെക്ഷനൊക്കെ പഠിച്ചു പോകുന്ന ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് പരമാവധി സെക്ഷൻസ് കോട്ട് ചെയ്താൽ കുറച്ചുകൂടി മാർക്ക് എന്താണ് കിട്ടുകയും ചെയ്യും. മാർക്കിന് വേണ്ടി മാത്രമല്ലോ അല്ലേ. ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം കമ്പനികളുടെയും പാരന്റ് ലോ, അതിൻ്റെ സെക്ഷൻസിൻ്റെ നമ്പേഴ്സും കൊണ്ട് പഠിച്ചിരിക്കുന്നതല്ല. എല്ലാ സെക്ഷൻസും നമ്പേഴ്സും പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ചെങ്കിലും. ഈ മൊത്തം ആക്ടിൻ്റെ ഒരു 20 ഡെഫിനിഷനെ സാർ പഠിക്കാൻ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇത് വെച്ചാൽ അതാത് ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ താനേ പഠിച്ചോളും. പിന്നെ ഓരോരോ ചാപ്റ്റർ വരുമ്പോൾ അതിൽ പഠിക്കേണ്ട മറ്റുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് വരും ചാപ്റ്റേഴ്സിൽ, വരും വീഡിയോസിൽ നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണമെന്നാണ് സാർ പറഞ്ഞത്. ഷോർട്ട് ടൈറ്റിൽ, അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന നിയമം, കമ്പനീസ് ആക്ട് 2013, അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച് സാറ് പറഞ്ഞു. സ്പെഷ്യൽ കമ്പനികൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. ലാസ്റ്റായിട്ട് പറഞ്ഞത് പഠിക്കേണ്ട ഡെഫിനിഷൻ എന്താണെന്നാണ്. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് സ്റ്റഡിമേറ്റിലുണ്ട്. എങ്കിലും മിനിമം 20 ഡെഫിനിഷനെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം, സെക്ഷൻ വൈസ് പഠിച്ചിരിക്കണം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം, ഇതിങ്ങനെ കാണാതെ പഠിക്കണോ ഡെഫിനിഷൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുവിധം ആ ഫോർമാറ്റും അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പഠിച്ചാൽ മതി. അല്ല അതുപോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു 20 ഡെഫിനിഷനും ഇന്നോ നാളെ കൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതാത് ചാപ്റ്റേഴ്സ് വരുമ്പം റിലവൻ്റ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിമിനറി ചാപ്റ്റർ മറിച്ച് നോക്കി ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഏരിയസൊക്കെ കുറിച്ച് വെച്ച് സെറ്റ് ചെയ്താൽ മാത്രം മതിയാവും. വരും വീഡിയോകളിൽ ബാക്കിയുള്ള ഏരിയ വൈസുള്ള ഡിസ്കഷൻസ് ഞാൻ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തിടുക. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ, ഇപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞു പോയി സാർ ഇതിൽ അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്താണ്, എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുകയോ പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ പ്രത്യേക വീഡിയോ ചെയ്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തത് പ്രിലിമിനറി ചാപ്റ്ററാണ് നമ്മളിന്ന് കവർ ചെയ്തത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വരും വീഡിയോയിൽ ഓരോ ചാപ്റ്ററായിട്ട് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കും.